ഇലക്ഷൻ കഴിഞ്ഞ് മാസം 1 പൂർത്തിയാകാറായിട്ടും നിലയ്ക്കാത്ത വിവാദങ്ങളുമായി വടകര രാഷ്ട്രീയം. കാഫിർ സന്ദേശ ഉറവിടം കണ്ടെത്തിയിട്ട് മതി സമാധാന യോഗമെന്ന് UDF. വടകരയിലെ രാഷ്ട്രീയ പോര് പുതിയ തലങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പ്രചരിക്കപ്പെട്ട കാഫിർ വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ ഉറവിടത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുന്നു. വ്യാജ വാട്സ്ആപ്പ് സന്ദേശത്തിന് പിന്നിൽ CPM ആണെന്ന് ജില്ലാ സെക്രട്ടറിയുടെ പേരെടുത്തു പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും റവല്യൂഷണറി യൂത്തും രംഗത്തെത്തിയതോടെയാണ് തർക്കം പുതിയ തലത്തിലെത്തിയത്. വടകര പോലെ സെൻസിറ്റീവായ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കലാപമുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് പൊട്ടി? സമാധാനം ഉണ്ടാക്കണമെന്ന് അപ്പോൾ മുസ്ലിം ലീഗ് പറയണ്ടേ? ഉടനെ മോഹനൻ മാഷ് സമാധാനം ഉണ്ടാക്കണ്ടേന്ന്. ആര് മോഹനൻ മാഷ്? എന്തിനാണ് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത്? ആദ്യം ഈ മോഹൻ മാഷെ പിടിച്ച് അകത്തിട്ടാൽ രാജ്യത്ത് മുഴുവൻ സമാധാനം ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, കാസർഗോഡും ഇങ്ങനെ തന്നെയാണ് CPM ചെയ്യുന്നത് എന്നായിരുന്നു KM ഷാജി കോഴിക്കോട് സംസാരിച്ചത്. അതേസമയം ഏറെ വിവാദത്തിലായ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ P മോഹനന്റെ മകന്റെ നേതൃത്വത്തിലുള്ള സൈബർ സംഘം എന്നായിരുന്നു റവല്യൂഷണറി യൂത്ത് അവരുടെ പ്രസ്താവനയിൽ ആരോപിച്ചത്. ഇതിനെ അപലപിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. വടകരയെ സംഘർഷഭൂമിയാക്കാനുള്ള നീക്കമാണ് ഷാജിയെ പോലെയുള്ളവർ നടത്തുന്നതെന്നായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. സമാധാന യോഗം വിളിക്കണമെന്ന ആവശ്യത്തെ ചൊല്ലിയും രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നുണ്ട്. സർവകക്ഷി സമാധാന യോഗത്തോട് CPM അനുകൂലമായാണ് പ്രതികരിച്ചത്. സമാധാനം പുലരാൻ നടപടി വേണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചത്. എന്നാൽ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച് നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച ശേഷം മതി സമാധാന യോഗമെന്ന നിലപാടാണ് UDFിനുള്ളിൽ നിന്നുയർന്നത്. വടകരയിലെ കോൺഗ്രസും RMPയും ലീഗുമെല്ലാം പിന്നീട് ഈ നിലപാടിനൊപ്പം ചേർന്നു. സമാധാന യോഗം എന്നത് വ്യാജ വാട്സ്ആപ്പ് സന്ദേശം സൃഷ്ടിച്ച കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ CPM ആസൂത്രണം ചെയ്തതെന്നായിരുന്നു UDFന്റെയും RMPയുടെയും നിലപാട്. സമാധാന യോഗം വിളിക്കേണ്ടത് സർക്കാരാണെന്നും സർക്കാർ വിളിച്ചാൽ അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് UDF RMP വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ N വേണു പ്രതികരിച്ചത്. ഇതിനിടെയാണ് CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KM ഷാജി രംഗത്തെത്തിയത്. CPM ലീഗുമായി ചേർന്ന് സമവായ നീക്കം നടത്തുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് ലീഗ് നേതാവ് തന്നെ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. വോട്ടെണ്ണൽ ദിനം അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ കാഫിർ വിഷയം വീണ്ടും പുകയുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. സംഭവം നടന്ന് ഏതാണ്ട് 1 മാസമാകാറായിട്ടും വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. സമാധാനം നിലനിർത്തുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും റിസൾട്ടിനോടനുബന്ധിച്ച് ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സർക്കാരും ബന്ധപ്പെട്ട പാർട്ടികളും വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കേണ്ടതാണ്.